അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോഴേ കോമാടൻ്റെ വലിയ കോളാമ്പി ഉണ്ടല്ലോ, കോളാമ്പി പറയണ മച്ചായിക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ എല്ലാം പറയണത്. അപ്പം ആ പറയണയിൽ ക്ലിപ്പ് കട്ടുമുറിച്ച അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ എന്തില്ല, AP വിഭാഗത്തിൽ സുജായികൾ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യത്തിൽ സുജായികളൊക്കെ ഉണ്ട്. അതിന് ഉഷാദ് ഇങ്ങനെ പറഞ്ഞ മുന്നിലിരിക്കണതൊക്കെ ബീറെല്ലാം വേണ്ടി പറയാണ്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ പറയിപ്പിക്കണ ആരാണ്? കോമാടൻ തന്നെയാണ്. അതോ സമ്മതിച്ചതുമാണ്. ഏതായാലും അവൻ്റെ അതൊന്നും കൂടി കേൾക്കുക. വളർന്നിട്ടില്ല എന്ന് പറയണ ഒന്നുകൂടിയും കേൾക്കുക. ഞങ്ങൾ മശായിഖിന്റെ നിർദ്ദേശത്തിൽ പറയുമ്പോ ക്ലിപ്പ് കട്ടുമുറിച്ചിട്ട് അന്ന് പറഞ്ഞതും വ്യത്യാസം ഉണ്ടാക്കാനൊന്നും ഒരു AP ശുചായി ഇവിടെ വളർന്നിട്ടില്ല. തക്ബീർ അല്ലി പാസ്സാക്കി. പക്ഷെ അത് വളർന്നുകളോ അല്ലേന്നൊക്കെ എന്താണ് ഓനെ അലോണം അറിയാം, അലോൺ കൊള്ളുന്നുണ്ട് ആ ജാതി വീഡിയോസ്. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറയണത്. പക്ഷെ ഇതൊക്കെ പറയിപ്പിക്കണത് ആരാ? കോമാണ്ടനാണ്. കോമാണ്ട കൊളറിനാണ് നൗഷാദ് സത്യത്തിൽ പിടിക്കേണ്ടത്. ഇജ്ജ് എന്താ എന്നെ കൊണ്ട് പറയിപ്പിച്ചണോ ചോദിച്ചാ. അങ്ങനെ പിന്നെ ഒന്ന് പറഞ്ഞതിനെന്ത്, മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതൊന്ന് കേൾക്കിട്ടോ. മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്തു? പുറത്ത് കിട്ടീനു. ഞങ്ങൾക്ക് തെറ്റൂല, ഞങ്ങൾ മൈക്കുകളാണെന്ന് പറഞ്ഞ ടീമാണല്ലോ. അപ്പൊ പിന്നെ തെറ്റാൻ പാടില്ലല്ലോ. മശായിഖ് നിർദ്ദേശിക്കണാണല്ലോ അവർ പറയാ. അപ്പൊ ഇത് വിട്ടപ്പോ ഇതിനെ ന്യായീകരിച്ച്, അതായത് ഞാൻ അവിടെ പറഞ്ഞത് ഏതൊരാൾക്ക് കേട്ടാലും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് വന്നതാ. ആ വന്നീലും ഇയാൾക്ക് എന്ത് ചെയ്തു? പാളി. ആ പാളി ന്യായീകരിച്ചാൽ വന്നതും പാളി. അതൊന്ന് കേട്ടോക്കി. ലോക നേതാവിനെ കുറിച്ചാണ് ആര് രേഖപ്പെടുത്തിയത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോക നേതാവിനെ കുറിച്ചാണ് ആര് രേഖപ്പെടുത്തിയത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരാണ് ലോക നേതാവ്? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ കോമാടത്തിനെ കൊണ്ട് കോമാളി കളിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും പറയാണ്ട്. ഇങ്ങനെ കോമാളി കളിക്കണ നൗഷാദെ, എനിക്ക് കോമാടനോട് പറഞ്ഞ പോലെ ഇതൊക്കെ. അതായത് EK ഉസ്താദിനെ കുറിച്ച് പറയണത് ഇപ്പൊ പുതിയതാണ്. ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പരിപാടിയിൽ പറഞ്ഞ ഇജാതി പറയിപ്പിച്ചൊരു കോമാടൻ പറയിപ്പിച്ചു. നമ്മളെ പുറത്തേക്ക് ഇടാക്കോ. എന്നിട്ട് ഞങ്ങള് സുജായികള് വളർന്നിട്ടില്ല അറിഞ്ഞാല് എവിടേക്കത് നടക്കണേ? കോമാടന്റെ കോളറിന് പോയി പിടിച്ച മാണെന്നുണ്ടെങ്കിൽ നൗഷാദെ ഇത് കേട്ടോ കാണി. അങ്ങനെയുള്ള ശംസുൽ ഉലമ ഉന്നതി പറഞ്ഞവരാണ് EK ഉസ്താദ്. ഇങ്ങനെയുള്ള ശംസുൽ ഉലമ ഉന്നതി പറഞ്ഞവരാണ് EK ഉസ്താദ്. ഓൻ്റെ കോളാമ്പിയ ഇജ് നോക്കാജി പറയണ, ഇജ് ഫുള്ള് പറയണ വൈരുദ്ധ്യാണ്. പൊട്ടത്തരം അങ്ങനെ പറയണം. പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് ഇടാക്കുവോ? ഇതാണ് എൻ്റെ അവസ്ഥ. ഇജ് നോക്കാജി ഒരു വേദിയിൽ തന്നെ എല്ലാ വൈരുദ്ധ്യങ്ങളും പറയും. ഇല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളത്തെ പരിപാടി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങൾ പറയാണ്. അത് നമ്മൾ പുറത്തേക്ക് ഇടണേച്ച് സുജായി വളർന്നിട്ടില്ല എന്നിട്ട് ഒരു കാര്യമല്ല. കോമാടന്റെ കോളറിന് പൊടിച്ചിട്ടാണ് മാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചോ, അപ്പോൾ ശരിയാവും. ഇതെത്താ ഇഞ്ഞെ കൊണ്ട് പറയിപ്പിച്ചണോ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇനിയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കേ.